ഹായ്. ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു പുതിയ ഗസ്റ്റ് കൂടെ ഉണ്ട്. ഒരു ടെഡി ബിയർ ആണ്. ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ പപ്പീസിനൊക്കെ നോക്കിയിട്ട്. ബെസ്റ്റ് ഫ്രണ്ടാണ്. അവർ കളിക്കുന്ന അവര് കൂടെ. അവര് കളിക്കട്ടെ, കളിച്ചിട്ട് ബാക്കിയുള്ള മതിയില്ലേ. അവരെപ്പോഴും കളിക്കുന്നുണ്ട് അവരുടെ കൂടെ. അപ്പൊ ഇന്നെന്താണ് വീഡിയോ വെക്കൂ? ഇന്ന് deworming. നമ്മുടെ പപ്പീസ് ഒക്കെ 19 ഡേയ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് deworming കൊടുക്കാനുള്ള ടൈമായി. അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്നല്ലേ. എത്ര ദിവസം? 19 ഡേയ്സ് അല്ലേ? 19 ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് deworming എപ്പോഴാണ് കൊടുക്കുന്നുണ്ട്? 19th ഡേ തൊട്ടിട്ട് 22nd ഡേയുടെ ഉള്ളിൽ ഫസ്റ്റ് deworming കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്? കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഫുഡ് എടുക്കണതൊന്നും പിടിക്കില്ല, വെയിറ്റ് കാണൂല, വലിഞ്ഞിരിക്കും, ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിന് ബെറ്റർ ഒരു deworming കൊടുത്തു കഴിഞ്ഞാൽ അവര് ഹെൽത്തി ആയിട്ടുണ്ടാവും. അതാണ് ചില ആൾക്കാർ പറഞ്ഞത് അവരെ പപ്പി തടിയില്ല, മെലിഞ്ഞിട്ടുണ്ട്, ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെ പല ഫുഡിന്റെ കഴിക്കലൊക്കെ നിന്ന് കഴിഞ്ഞാല് ഫസ്റ്റ് റീസൺ deworming ആയിരിക്കും. ആണല്ലേ. ഓക്കെ. അപ്പം ആരെങ്കിലും പപ്പീസ് ന്യൂ ബോൺ പപ്പി ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 19th ഡേന്റെ ഉള്ളിൽ കൊടുക്കരുത്. 19th ഡേ കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ തുടങ്ങാൻ. നോട്ട് ദാറ്റ് പോയിന്റ്. കഴിക്കണില്ല, പാല് കുടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ deworming കൊടുക്കാൻ പോകരുത്. 19th ഡേ കഴിയണം. അപ്പൊ അത് വീഡിയോ കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിച്ചിട്ട് അതിന്റെ മുന്നേ കൊടുത്താലും പ്രശ്നമാണ്. അപ്പൊ ചില ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. അപ്പൊ നീ ഫസ്റ്റ് കേട്ടതുണ്ടോ ലാസ്റ്റ് കേട്ടതുണ്ടോ? ഒരാഴ്ചന്റെ പപ്പീസിനൊന്നും deworming കൊടുക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കൊടുക്കാൻ പാടില്ല. കറക്റ്റ് ടൈം ഉണ്ട്. പിന്നെ നിങ്ങൾ വെറ്റിന്റെ അടുത്ത് പോകുമ്പോൾ വെറ്റിനോട് പറയാലേ. ഈ ടൈമില് യൂഷ്വലി ഇങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ പപ്പീസ് ഉണ്ടാവില്ല. ബട്ട് അവര് അവരൊരു ആളുടെ അടുത്ത് നിന്ന് പപ്പീനെ എടുക്കുമ്പോ ഫസ്റ്റ് ഒരു 35-40 ഡേയ്സിനുള്ളിൽ ഒരു deworming അവരെടുക്കുമ്പോ ചെയ്യാം. അതിന്റെ മുന്നേ എടുക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കുക deworming കൊടുത്തിട്ടുണ്ടോ ചോദിക്കുക. അത് റീകൺഫേം ചെയ്യാം. കൊടുത്തിട്ടില്ലെങ്കിൽ കൊണ്ടുവന്ന അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഡോക്ടറുടെ അടുത്ത് ഒരു deworming ചെയ്യിപ്പിച്ചാലും മതി. ആണല്ലേ. ഇപ്പൊ നെക്സ്റ്റ് deworming ഒക്കെ ഇപ്പൊ യൂഷ്വലി ഇപ്പൊ പപ്പീസിനെ എല്ലാം കിട്ടുക ആൾക്കാർക്ക് 30-35 ദിവസം കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ ഈ 35 ദിവസം കഴിഞ്ഞിട്ടുള്ള പപ്പീനെ പിന്നെ എപ്പം വീട്ടിലോട്ട് വന്നിട്ട് നെക്സ്റ്റ് എപ്പോഴാണ് അവർക്ക് dewormingനായി കൊടുക്കേണ്ടി വരിക? ഫസ്റ്റ് വാക്സിന്റെ ടൈമില് ഈ ഒരു deworming കൊടുക്കേണ്ടി വരും. That means 45 days. 40 to 45 ഡേയ്സിന്റെ ഉള്ളിൽ ഒരു 41 to 45 ഡേയ്സിന്റെ ഉള്ളിൽ ഒന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ നിന്റെ അടുത്തുനിന്ന് പപ്പി ആരും വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ 19th തൊട്ട് 22nd ഡേയുടെ ഉള്ളിൽ മാക്സിമം ഞാൻ 20th ഡേ ആണ് മാക്സിമം കൊടുക്കാറ്. സോ ഒരു കണക്കില് 20 ഡേയ്സിന്റെ കണക്കിൽ ഞാൻ 20th ഡേ ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പീനെ കൊണ്ടുപോകുന്ന ആ 41 ഡേ ആ ടൈമിലാണ് ഞാൻ പപ്പീനെ കൊടുക്കാറ്. ആ 40th ഡേയും ഒരിക്കൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാനൊരു deworming കൊടുത്തിട്ട് പപ്പി മേടിക്കുന്ന അവർക്ക് deworming കൊടുത്ത് അവരുടെ ഹെയർ കുറച്ച് ബാക്കിലൊക്കെ ട്രിം ചെയ്യാനുള്ളതൊക്കെ ട്രിം ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുള്ളൂ. അവർക്ക് പിന്നെ വേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. പിന്നെ നെയിൽസ് ട്രിം ചെയ്യണതൊക്കെ ഞാൻ തന്നെ ചെറുതായിട്ട് ചെയ്യും. അവരുടെ അടുത്ത് ചെയ്യണ്ടെന്ന് പറയും. അവരൊരു വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വേണം അത് ചെയ്യാൻ. കാരണം അവരുടെ പപ്പീസിന്റെ നെർവ്സ് വന്നിട്ട് നെയിലിന്റെ ടിപ്പിലുണ്ടാവും. അറിയാത്ത ആൾക്കാരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ആവും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഇപ്പൊ dewormingന്റെ വീഡിയോയില് നെയിലിന്റെ ഇതായി കഴിഞ്ഞാൽ ഇതാവില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു വീഡിയോ അടുത്ത് ഉടൻ ചെയ്യാം. ഇപ്പൊ ഏത് deworming ആണ് കൊടുക്കാറ്? ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് എന്റെ വെറ്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത്. ഞാൻ ഇതാണ് കൊടുക്കാറ്. നിങ്ങളെ വെറ്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് കൊടുക്കുക അല്ലേ. അല്ല, വില കുറവ് നോക്കി കൊടുക്കരുത്. ഇവിടെ കുറെ ആൾക്കാര് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്തിനാ ഇത് കൊടുക്കണേ, ഇത് കോസ്റ്റ്ലിയാണ്, ആകെ 130 രൂപയുള്ളൂ, ഇത് കോസ്റ്റ്ലിയാണ് അവര് പറയുന്നത്. ഇത് നമുക്ക് അറിഞ്ഞ കാര്യമാണല്ലേ, ഇവിടെ വന്നിട്ട് നമ്മൾ കേട്ട കാര്യമാണ്. ഇത് കോസ്റ്റ്ലി deworming ആണെന്നാണ് പറഞ്ഞത്. കൊടുക്കണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അയാള് ജസ്റ്റ് പപ്പിനെ കാണാന്ന് പറഞ്ഞിട്ട് വന്ന. അപ്പൊ ഞാൻ വിചാരിച്ചു ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്നോന്ന് പറഞ്ഞത്.
അപ്പൊ അയാള് വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇത് കോസ്റ്റ്ലി ആയത് കൊടുക്കണ്ട, 2 രൂപയുടെ സാധനം കിട്ടുന്നൊക്കെ പറഞ്ഞു. ചീപ്പായിട്ടുള്ള സാധനം കിട്ടുന്ന അവര് ഇത് കോസ്റ്റ്ലി എന്ന് പറയുന്നത് ആകെ 130 രൂപയുടെ ഒരു സാധനം. നമ്മളപ്പോഴാണ് നോക്കുന്നതിന്റെ MRP നമ്മളപ്പോഴാണ് നോക്കുന്നത് അല്ലേ. നമ്മളപ്പോഴാണ് ശരിക്കും അതിന്റെ MRP നോക്കുന്നത്, ഇത് കോസ്റ്റ്ലി ആണോ. കുട്ടികൾക്ക് കൊടുക്കുന്ന ഡിവാമിങ്ങിന്റെ പൈസ വരെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ആ ഡിവാമിങ്ങിനെ കാരണം ആകെ കുറ്റം പറയുന്നില്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളൂ അല്ലേ. വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമന്റ് ആയിട്ട് വേറെ വരും. ഇതെന്താ ബുക്ക്, ഒരുപാട് ബുക്കൊക്കെ ഉണ്ടല്ലോ, പഠിക്കണോ, സ്കൂളിൽ പോകണോ? ഇത് നമ്മുടെ പപ്പീസിന്റെ ഒക്കെ വാക്സിനേഷൻ റെക്കോർഡാണ്. അപ്പോൾ എല്ലാരും മെയിൻറ്റെയിൻ ചെയ്യണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക്. ഇത് വാക്സിനേഷന്റെ ഡിവോമിങ്ങിന്റെ ഒക്കെ റെക്കോർഡ്സ് ആയിരിക്കും. ഇതിപ്പോ നമ്മൾക്കുള്ള നെക്സ്റ്റ് വാക്സിന് അടുത്ത വർഷമാണ്. ഇത് അടുത്ത വർഷം ജാനുവരിയില്. ഇനി എപ്പോഴാ കൊടുത്തത്, ഇനി നെക്സ്റ്റ് എന്താണ് ഡ്യൂ ഡേറ്റ്, എല്ലാം ഡോക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തരും. ഇനി നമുക്ക് നെക്സ്റ്റ് വാക്സിൻ ഉള്ളത് നമ്മുടെ ജാക്കിനാണ്. ഈ മാസം 21 ജാക്കിന്റെ വാക്സിൻ. ഡിവാമിങ്ങിനും ഇതേപോലെ എന്തെങ്കിലും ഡേറ്റുകളൊക്കെ ഉണ്ടോ? ഡിവാമിങ്ങിന് ഇപ്പൊ ഒരു പപ്പി 3 months ആവണ വരെ എല്ലാ 2 week ഡിവാമിങ് ചെയ്യണം. മനസ്സിലായല്ലോ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുമോ? ഒരു പപ്പി ഇപ്പൊ നമ്മൾ ഒരു പപ്പിനെ കൊണ്ടുവരുന്നത് ഒരു 35-40 ഡേയ്സിലായിരിക്കും സാധാരണ ഒരാള് കൊണ്ടുവരുന്നത്. ആ പപ്പി 3 months ആവണ വരെ എല്ലാ 2 weeks ഡിവോമിങ് കൊടുക്കണം. എല്ലാ 2 weeks. ഇപ്പൊ നമ്മള് 30-40 days എന്ന് പറയുമ്പോൾ 1 month കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഇനി നമ്മളെ കയ്യില് ഈ പപ്പി വന്നിട്ട് ഈ 3 months ആവാൻ 2 മാസം കൂടെ ഉണ്ടാവും. സോ എവറി 2 weeks ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന എവറി 2 weeks വന്നിട്ട് നമ്മള് ഡിവോമിങ് കൊടുക്കണം. നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. ബെറ്റർ വെറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കണതായിരിക്കും ബെറ്റർ. അപ്പൊ ഒരു റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡ് ആക്കിയിട്ട് അവര് തരും. ഇതിപ്പോ നമ്മുടെ ഇവിടത്തെ ഡോക്ടറിന്റെ ബുക്ക്. ഇത് നമ്മുടെ പഴയ ഡോക്ടർ എല്ലാം ഉണ്ട്, എല്ലാം ബുക്കുകൾ നമ്മളിത് റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു പപ്പി 3 months കഴിഞ്ഞാല് 6 months വരെ മന്ത്ലി വൺസ് കൊടുക്കണം ഡിവോമിങ്. അത് കഴിഞ്ഞിട്ട് ഒരു അഡൽട്ട് സ്റ്റേജ് 6-7 months കഴിഞ്ഞാൽ ഡോഗ് ഒരു അഡൽട്ട് സ്റ്റേജിലാവും. അപ്പോൾ 4 times in a year ക്വാർട്ടർലി ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ കണക്ക് മനസ്സിലായണോ അറിയില്ല. മനസ്സിലാവാത്തോല് കുക്കുനെ വിളിക്കുക അല്ലേ. കണക്ക് മനസ്സിലാവണമെന്നില്ല. ഒരു പപ്പി 3 months ആവണ വരെ എവറി 2 weeks. എനിക്കത്ര മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത്. ഇനി കേൾക്കണവർക്ക് മനസ്സിലായണോ അറിയില്ല. മനസ്സിലാവാത്തതിൽ കമന്റ് ചെയ്യുക, ഡയറക്റ്റ് വിളിക്കുക അല്ലേ. എല്ലാം പറഞ്ഞു തരും അല്ലേ. അപ്പം നിങ്ങളിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അത് കോമൺ ആണല്ലോ. എവറി 2 weeks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യം കൊടുക്കണതായിരിക്കും. 4 വീക്കാണ് ഒരു മാസം. അപ്പൊ ഒരു പപ്പി വന്നിട്ട് 3 മാസം ആവണ വരെ ഒരു മാസത്തില് 2 പ്രാവശ്യം കൊടുക്കേണ്ടി വരും. അതാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ 3 months ആവണ വരെ. 3 months ആയി കഴിഞ്ഞാല് മന്ത്ലി വൺസ് കൊടുക്കേണ്ടി വരും. പിന്നെ 6 months, അത് 3 to 6 months വരെ ആയിരിക്കും മന്ത്ലി വൺസ്. 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പി അഡൽട്ട് സ്റ്റേജിലേക്ക് ആവും. അഡൽട്ട് സ്റ്റേജ് ആവുമ്പോൾ ക്വാർട്ടർലി 4 times a year. അപ്പൊ എല്ലാരും ഇത് എഴുതി വെച്ചോളൂ, നന്നായിരിക്കും. എഴുതിയിട്ട് മൊബൈലിൽ റിമൈൻഡർ വെച്ചാൽ നന്നായിരിക്കും അല്ലേ, മിസ്സാവണ്ട അല്ലേ. ഡിവോമിങ് വീട്ടിൽ കൊടുക്കണമെങ്കിൽ പപ്പീന്റെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പപ്പീന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിവോമിങ് കൊടുക്കാൻ. ഡോസ് കൂടാനോ കുറയാനോ പാടില്ല. അത് അവർക്ക് സൈഡ് എഫക്റ്റ് ആവും. കുറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ആവില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുത്തുന്നുള്ള പേരുണ്ടാവും, പക്ഷെ എഫക്റ്റ് ഉണ്ടാവില്ല. ഡിവാമിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അവര് ആക്ച്വലി വയറിനുള്ളൊരു വിരകളാണ് വരുന്നത് അല്ലേ. വോംസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ് കുറയും. പിന്നെ അവർ ടയേർഡ് ആവും. ഈ ആക്റ്റീവ്നെസ് ഉണ്ടാവില്ല. അവരുടെ ഹെൽത്ത് കുറഞ്ഞു വരും. ആക്ച്വലി ഇവർ കഴിക്കുന്ന ഫുഡ് ഇവരെ ഉള്ളിലുള്ള വേംസ് കഴിച്ചിട്ട് പപ്പീസ് ഹെൽത്തി ആവില്ല. അതാണ് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഇതില്ലേ. അപ്പം നല്ലതായിട്ട് പപ്പി ഇതേപോലെ ഗുണ്ടുമണികളായിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലേ കറക്റ്റ് ടൈമിന് ഡിവാമിങ് കൊടുക്കുക.
പിന്നെ ഫീമെയില് മീറ്റിംഗ് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റിംഗിന്റെ മുന്നേ ഒന്ന് ഡിവോമിങ് കൊടുക്കണം. അപ്പോൾ ഇത് പറഞ്ഞാൽ ബ്രീഡിങ് ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ ഒന്ന് ഡിവാമിങ് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഏതെങ്കിലും സമയമുണ്ടോ? ഉണ്ട്, അതൊക്കെ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ്. ഫസ്റ്റ് പപ്പീസിന്റെ നിങ്ങൾ ഒരു വർഷം വരെ ഫസ്റ്റ് നോക്കല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടും അല്ലേ. ഫസ്റ്റ് ഈ കാര്യങ്ങൾ പഠിക്കാൻ നന്നായിട്ട് അല്ലേ. ബാക്കി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാല്ലേ. അതാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇവരൊക്കെ കണ്ണൊക്കെ തുറന്നില്ലേ? ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണല്ലോ കണ്ണൊക്കെ തുറന്നതല്ലേ. ഇവരിപ്പോഴും ഉറങ്ങണല്ലോ. ഉറങ്ങും. മാക്സിമം പപ്പീസ് 3 months വരെ അറ്റ്ലീസ്റ്റ് 18 hours ഉറങ്ങും. ഓ 3 months വരെ. അപ്പൊ അതാ ചില ആൾക്കാർ പപ്പി കൊണ്ടുപോയിട്ട് ഉറങ്ങുകയാണ്. ആക്റ്റീവ് അല്ല എല്ലാരും പറയും. 3 months വരെ പപ്പീസ് അറ്റ്ലീസ്റ്റ് 18 hours ഉറങ്ങിയ അവരും ഹെൽത്തി ആയിട്ടുണ്ടാവും. ഓഹോ, അതൊരു പുതിയ പോയിന്റ് ആയിരിക്കും. കുറെ ആൾക്കാർ വന്നിട്ട് പപ്പി ആക്റ്റീവ് അല്ല ഫുൾ ടൈം ഉറങ്ങുമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അവര് ഉറങ്ങുകയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യരുത്. അവര് എത്ര നേരം ഉറങ്ങണം അത്രയും ഹെൽത്തി. ഇവർ ആക്ച്വലി ഓരോ ദിവസം ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രോത്ത് ഉണ്ടാവും. ഓരോ ദിവസവും ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര അവരെ ഫ്രീ ആയിട്ട് ഉറങ്ങാനും ഫുഡ് കഴിക്കാനും വിടുന്നോ അത്രയും അവരെ ഗ്രോത്ത് ഉണ്ടാവും. അതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലേ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഉറങ്ങണ്ട, കളിച്ചോട്ടെ, നമ്മളിവിടെ കളിച്ചോട്ടെ എന്ന് കളിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് അവരെ ഹെൽത്തിനാണ് എഫക്റ്റ് ആവുക അല്ലേ. ആർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ ഒരു ടിപ്സ് അല്ലേ. നിങ്ങൾ മാക്സിമം പപ്പീസ് ഉറങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അവരെത്ര ഉറങ്ങണോ അത്രയും ഹെൽത്തി ആയിരിക്കും. നമ്മൾ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവരെ ഫുൾ ടൈം ഉറങ്ങണം. പിന്നെ മദറിന്റെ മിൽക്ക് മദർ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ മദറിനെ പിടിച്ചിട്ട് കൊടുക്കുമ്പേ അവിടെ കൂടെ നിന്നിട്ട് കുടിപ്പിക്കും. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഒരു ട്രാക്ക് ഉണ്ട്, അവർ കുടിക്കുന്നുണ്ട് കുട്ടികൾ. പിന്നെ അവരെ വയറ് നോക്കിയാൽ അറിയാലോ. ഇത് കണ്ട വയറിങ്ങനെ വീർത്തിക്കണ് കണ്ടു കഴിഞ്ഞാൽ ബോഡി നിങ്ങൾ കുറച്ച് വീർത്തിക്കണ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളെ പപ്പീസിനൊക്കെ ഇതുണ്ട് കുറച്ചങ്ങനെ വീർത്തിട്ടാണുള്ളത്. ഇവനൊക്കെ ഉണ്ട് ബോഡി നിങ്ങളും കുറച്ച് വീർത്തിട്ടാണുള്ളത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് വയറ് വീർത്തിട്ടാണെന്ന്. അതൊരിക്കലും ഉള്ളോട്ട് പോയിട്ട് നിൽക്കാൻ പാടില്ല അല്ലേ. അതൊക്കെ നമുക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ കൂടുതൽ വയറ് ഭാഗം കുറച്ച് പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കാം നിങ്ങൾ. കുറച്ച് വയറൊരിക്കലും ഒട്ടി നിൽക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ അവരെ ഗ്രോത്തിനൊക്കെ എഫക്ട് ചെയ്യതില്ലേ. ഉണർന്നുണ്ടല്ലോ ആള്. ഇനി ഇറങ്ങിയ എന്തായാലും 35 days കഴിഞ്ഞാൽ ഇതിൽ ആക്റ്റീവ് ആയിരിക്കും. എന്തായാലും 35 days ആയി കഴിഞ്ഞാൽ ഓടി നടക്കും. ഫുൾ ടൈം ഓടി നടക്കുകയായിരിക്കും. ഫുൾ ടൈം ഓടുന്നില്ല. അതും അവര് കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ കിടക്കും. 3 months വരെ അങ്ങനെ ആയിരിക്കും. 3 months വരെ അങ്ങനെയായിരിക്കും. 3 months കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പിടിച്ചാൽ കിട്ടില്ല. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇവരും വലിയേറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണല്ലോ അല്ലേ. എല്ലാവരും കുക്കുവിന്റെ കാലിലോട്ട് കുക്കുവിന് കാല് വെക്കാൻ സ്ഥലല്ലേ, കുക്കു കാല് വന്ന് ചേച്ചിക്കല്ലോ. നക്കി കൊടുക്കുന്നുണ്ടല്ലോ. കുട്ടികൾ വലുതായിട്ടും സ്നേഹിക്കൽ നിർത്തിയില്ലേ. ഉറക്കത്തില് ഡ്രീം ചെയ്യണ്ട. ഡ്രീമിങ്, പപ്പി ഡ്രീമിങ് അല്ലേ. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ. പാപ്പം കൊച്ചോ വാത്തർക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമല്ല. ഇനി വേണോ? വേണ്ട. കൊച്ചും കൂടെ ഇത് 19 days ആയി പപ്പീസിൻ്റെ. അപ്പോൾ അവരുടെ വെയിറ്റ് നോക്കിയപ്പോൾ 500-600 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. സോ 0.5 ml ആണ് എടുത്തിട്ടുള്ളത്. പാപ്പം കുച്ചാ മക്കള് പാപ്പം കുച്ചാ
ഓക്കെ 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 ഇഷ്ടമായില്ലേ 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 അയ്യോ ഷാർല കേട്ടാ ഷാർല ഓക്കെ കുടിച്ച് ടേസ്റ്റി ഓക്കെ കുടിച്ചിട്ടാ ഗുഡ് ബോയ് ഓക്കെ ഗുഡ് ബോയ് പാപ്പം കുടിച്ചാ ടേസ്റ്റ് ഉണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി വേണോ ഇഷ്ടായോ നല്ല നക്കി കൊടുക്കണല്ലേ ഇനി വേറെ ആൾക്ക് പാപ്പം കൊടുക്കാം ഇല്ല നിങ്ങൾക്ക് അപ്പൊ എല്ലാവർക്കും ഡിവാമിങ്ങിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ആളോടെ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, കമന്റ് ചെയ്യുക, വിളിക്കുക എല്ലാം അല്ലേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക. പിന്നെ വേറെന്താ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. വീഡിയോ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. എന്തിന്റെ ഡൗട്ടുകൾ എന്തെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വീഡിയോ വേറെ എടുക്കാം. പിന്നെ നെയിൽ കട്ടിങ്ങിന്റെ വീഡിയോ വരുന്നുണ്ട്, വേറെ കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവർക്കും ബൈ.